ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ടാക്സബിൾ HR കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ HR ടാക്സബിൾ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രൊസീജിയർ പഠിച്ച് കഴിഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ഒരു രണ്ട് എക്സാമ്പിൾസിലൂടെ HR ടാക്സബിൾ എമൗണ്ട് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Mr. Mohan resides in Mumbai. He gets a basic salary of rupees 2 lakh, dearness pay rupees 2 lakh, and HRA of rupees 1,50,000 per annum. മുംബൈയിൽ താമസിക്കുന്ന മോഹൻ എന്ന് പറയുന്ന ഒരു എംപ്ലോയിയുടെ ബേസിക് സാലറിയും ഡിയർനെസ് പേയും HRAയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്, അല്ലേ? ഹി പേസ് എ റെന്റ് ഓഫ് rupees 1,80,000 per annum. ഇദ്ദേഹം താമസിക്കുന്ന വീടിന് വാടകയായിട്ട് 1,80,000 ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്നും ഈ എക്സാമ്പിളിനകത്ത് പറയുന്നുണ്ട്. ഡിറ്റർമിൻ ദി ടാക്സബിൾ എമൗണ്ട് ഓഫ് HR. ടാക്സബിൾ HR നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം എക്സംപ്റ്റഡ് HR കമ്പ്യൂട്ട് ചെയ്യണം, അല്ലേ? എക്സംപ്റ്റഡ് HR കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 കൺസിഡറേഷൻ നമുക്ക് മുമ്പിലുണ്ട്. ഒന്ന് ആക്ച്വൽ HR റിസീവ്ഡ്, 2 റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, 3 50% ഓഫ് സാലറി ഇഫ് ഹൗസ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡൽഹി, മുംബൈ, ചെന്നൈ ഓർ കൽക്കത്ത, ഓർ 40% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം HR കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള സാലറി എന്താണ്? HRയുടെ എക്സംപ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറി എന്ന് പറയുന്നതിൻ്റെ മീനിങ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ബേസിക് പേ, ഡിയർനെസ് പേ ആൻഡ് ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ദി ബേസിസ് ഓഫ് ടേൺ ഓവർ, ഈ 3 ഫിഗേഴ്സിൻ്റെ ടോട്ടലാണ് HR കാൽക്കുലേഷന് വേണ്ടിയുള്ള സാലറി എന്ന് പറയുന്നത്. നമ്മുടെ ഈ എക്സാമ്പിളിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ബേസിക് സാലറി rupees 2 lakh, ഡിയർനെസ് പേ rupees 2 lakh, ആ 2 എമൗണ്ട്സ് ഈ സാലറിക്കകത്ത് വരേണ്ടതാണ്. ദെൻ സാലറി ഫോർ HR 2 lakh ബേസിക് പേ പ്ലസ് 2 lakh ഡിയർനെസ് പേ, ടോട്ടൽ rupees 4 lakh ഈസ് സാലറി ഫോർ ദി HR. ഓക്കെ, ഇനി നമ്മൾ എക്സൽഡ് HRയിലേക്ക് വന്നാൽ ഒന്നാമത്തെ എമൗണ്ട് ആക്ച്വൽ HR റിസീവ്ഡ് ആണ്. ആ ഒരു വർഷം എംപ്ലോയിക്ക് കിട്ടുന്ന HRയുടെ എമൗണ്ട് എത്രയാണോ അതാണ് ഒന്നാമത്തെ എമൗണ്ട്, അല്ലേ? ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും, ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് rupees 1,50,000 പെർ ആനം ആണ് എംപ്ലോയി സ്വീകരിക്കുന്ന HR. ഒന്നാമത്തെ എമൗണ്ട് rupees 1,50,000. ദെൻ ഓർ സെക്കൻഡ് എമൗണ്ട് എന്താണ്? റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. എത്ര റെന്റിന്റെ എമൗണ്ട് നമ്മുടെ ക്വസ്റ്റിനകത്ത് കാണാൻ പറ്റും. ഹി പേസ് എ റെന്റ് ഓഫ് rupees 1,80,000 പെർ ആനം. ദ റെന്റ് പെയ്ഡ് ഈസ് rupees 1,80,000 മൈനസ് 10% ഓഫ് സാലറി. Salary here is rupees 4 lakh. Then 10% of salary 4 lakh into 10%. Then 1,80,000 minus 10% of rupees 4 lakh. Then the resultant figure is rupees 1,40,000. Then second figure is rupees 1,40,000. Or third one. Here the employee Mr. Mohan is residing in Mumbai. Then third one is 50% of salary. Salary here is rupees 4 lakh. Then 50% of rupees 4 lakh, rupees 2 lakh is the third amount. Then whichever is less. ഇവിടെ നമുക്ക് 3 എമൗണ്ട്സ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? 1,50,000, 1,40,000, 2 lakh. ഇതിലേതാണോ ലീസ്റ്റ് എങ്കിൽ ആ ലീസ്റ്റ് എമൗണ്ട് ആണ് എക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന HR. ഈ 3 എമൗണ്ടിൽ കുറവുള്ള എമൗണ്ട്, രണ്ടാമത്തെ എമൗണ്ട് rupees 1,40,000 ആണ്. അതുകൊണ്ട് എക്സെപ്റ്റഡ് HR എന്ന് പറയുന്നത് ഇവിടെ rupees 1,40,000 ആണ്. What about taxable HRA? Taxable HRA is equal to actual HRA minus exempted HRA. What is the amount of actual HRA? Actual HRA received rupees 1,50,000 is the actual amount of HRA. Then actual HRA is rupees 1,50,000 minus exempted HRA, that is rupees 1,40,000. 1,50,000 minus 1,40,000, rupees 10,000 is the taxable amount of HRA. Okay. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിസ്റ്റർ വിമൽ, റെസിഡന്റ് ഓഫ് രാംപൂർ, ഗെറ്റ്സ് rupees 1,44,000 as salary, rupees 6,000 as DA,
rupees 12,000 as dearness pay and rupees 10,000 per annum as fixed commission during the previous year. He received rupees 30,000 as HRA, though he paid rupees 36,000 as rent. Compute is taxable HRA. വിമൽ എന്ന് പറയുന്ന എംപ്ലോയി രാംപൂരിൽ താമസിക്കുന്ന ഒരു എംപ്ലോയിയാണ്. അദ്ദേഹത്തിന് ബേസിക് സാലറി 1,44,000 DA 6,000 ഡിയർനെസ് പേ 12,000 കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഫിക്സഡ് കമ്മീഷനായിട്ട് 10,000 പെർ ആനം, ഒരു വർഷത്തേക്ക് 10,000 രൂപ എന്ന രീതിയിലുള്ള ഫിക്സഡ് കമ്മീഷൻ എമൗണ്ടും അദ്ദേഹത്തിന് ആ വർഷം കിട്ടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് HRA ആയിട്ട് 30,000 രൂപ ആ വർഷം അദ്ദേഹം സ്വീകരിക്കുന്നു. 36,000 രൂപയാണ് പക്ഷേ ഇദ്ദേഹം വാടക താമസിക്കുന്ന വീടിന് കൊടുക്കുന്ന വാടകയുടെ എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ടാക്സബിൾ HRA എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ കാൽക്കുലേഷനിലേക്ക് വന്നാൽ ഏറ്റവും ആദ്യം നമ്മൾ HRAക്കുള്ള സാലറി എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. HRAക്കുള്ള സാലറി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബേസിക് സാലറി ഉണ്ട്, DA ഉണ്ട്, ഡിയർനെസ് പേ ഉണ്ട്, ഫിക്സഡ് കമ്മീഷൻ ഉണ്ട്. എന്നാൽ നമ്മൾ HRAയുടെ എക്സംപ്റ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ ടാക്സബിൾ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സാലറി എന്ന് പറയുമ്പോൾ അതിൽ ബേസിക് പേയും ഡിയർനെസ് പേയും ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ടേൺ ഓവറുമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിളിനകത്ത് നമുക്ക് ബേസിക് പേ ഉണ്ട്, rupees 1,44,000 ബേസിക് പേ പറയുന്നുണ്ട്. rupees 12,000 ഡിയർനെസ് പേയുടെ എമൗണ്ടും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഫിക്സഡ് കമ്മീഷൻ rupees 10,000 എന്നൊരു ഐറ്റം കൊടുത്തിട്ടുള്ളത് ഫിക്സഡ് കമ്മീഷനാണ്. ഫിക്സഡ് കമ്മീഷൻ എമൗണ്ട് HRAയുടെ സാലറിക്ക് അത് ഉൾപ്പെടുത്താൻ പാടില്ല. ഫിക്സഡ് പെർസെൻറ്റ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ ആണെങ്കിൽ ഉൾപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ എംപ്ലോയി അച്ചീവ് ചെയ്യുന്ന ടേൺ ഓവറിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആ എമൗണ്ട് ഫിക്സഡ് അല്ല അല്ലേ. എത്ര എമൗണ്ട് എംപ്ലോയി ടേൺ ഓവർ അച്ചീവ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ശതമാനമാണ് കമ്മീഷനായി കൊടുക്കുക എങ്കിലാണ് അത് എടുക്കേണ്ടത്. ഇവിടെ മറിച്ച് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ എംപ്ലോയി ടേൺ ഓവറിൻ്റെ ബേസിലായി കമ്മീഷന് കൊടുത്തിട്ടുള്ളത് 10,000 പെർ ആനം എന്നാണ് പറയുന്നത് അല്ലേ. ഒരു വർഷത്തേക്ക് 10,000 രൂപ ഫിക്സഡ് കമ്മീഷനായി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കമ്മീഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ ആണെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ HRAക്ക് സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഐറ്റം എടുക്കേണ്ടതുള്ളൂ. ഒന്ന് ബേസിക് പേയും മറ്റൊന്ന് ഡിയർനെസ് പേയും. ബേസിക് പേ എത്രയാണ്? rupees 1,44,000, ഡിയർനെസ് പേ 12,000. then 1,44,000 plus 12,000 rupees 1,56,000 ആണ് HRA കമ്പ്യൂട്ട് ചെയ്യാനുള്ള സാലറി എന്ന് പറയുന്നത്. നമുക്ക് എക്സംപ്റ്റ് HRAയിലേക്ക് വരാം. ആദ്യം ആക്ച്വൽ HRA റിസീവ്ഡ് എത്രയാണ് ഇവിടെ HRA കിട്ടിയിട്ടുള്ളത്? rupees 30,000 ആണ് എംപ്ലോയിക്ക് ആ വർഷം കിട്ടുന്ന HRA. then first amount is rupees 30,000 or second amount is rent paid minus 10% of salary. what is the amount of rent here? ഈ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് he paid rupees 36,000 as rent. then rent paid is rupees 36,000 minus 10% of salary. salary is rupees 1,56,000, then 10% of rupees 1,56,000. then second amount 36,000 minus 10% of rupees 1,56,000. then difference amount is rupees 20,400. then or third amount 40% of salary. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ കണ്ടപ്പോൾ അവിടെ നമ്മൾ 50% ഓഫ് സാലറി എടുത്തെങ്കിൽ ഇവിടെ 40% ഓഫ് സാലറിയാണ്. കാരണം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിനകത്ത് ആ എംപ്ലോയി താമസിച്ചിരുന്നത് മുംബൈയിലാണ് അല്ലേ. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഈ 4 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആണ് എംപ്ലോയി വാടകയ്ക്ക് താമസിക്കുന്നത് എങ്കിൽ 50% ഓഫ് സാലറി എടുക്കണം. ഈ 4 സിറ്റീസ് അല്ലാത്ത മറ്റെവിടെ താമസിക്കുന്ന എംപ്ലോയി ആണെങ്കിലും 40% ഓഫ് സാലറിയാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 40% ഓഫ് സാലറി എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സാലറി rupees 1,56,000 ആണ്. 1,56,000 into 40%, that is rupees 62,400. then whichever is less. ഈ 3 എമൗണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 30,000, 20,400, 62,400. ഇതിലേതാണോ കുറവുള്ള എമൗണ്ട് എങ്കിൽ കുറവുള്ള എമൗണ്ടാണ് എക്സംഷൻ കിട്ടുന്നത് അല്ലേ. ഇതിൽ നമുക്ക് ഈ 3 എമൗണ്ടിൽ കുറവുള്ള എമൗണ്ട് രണ്ടാമത്തെ എമൗണ്ടാണ് 20,400 എന്ന് പറയുന്ന ഈ എമൗണ്ടാണ് ലീസ്റ്റ് എമൗണ്ട്. അപ്പോൾ എക്സംപ്റ്റ് ചെയ്യുന്ന എമൗണ്ട് rupees 20,400 ആണ്.
Then exempted HRA is equal to rupees 20,400. What about the amount of taxable HRA? Taxable HRA is equal to actual HRA minus exempted HRA. Actual HRA is rupees 30,000 minus exempted HRA rupees 20,400. Then rupees 30,000 minus 20,400. Then taxable HRA is rupees 9,600. ഈ രീതിയിലാണ് നമ്മൾ ടാക്സബിൾ HRA എത്ര എമൗണ്ട് ഒരു എംപ്ലോയിയുടെ സാലറി ഇൻകത്തിനകത്ത് HRA ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് ഈ രീതിയിലുള്ള കാൽക്കുലേഷനിലൂടെയാണ്. ഓക്കെ, താങ്ക് യു.